ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ വെച്ചിട്ട് ഞാൻ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ മാങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ഇവിടെ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ നല്ല അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർക്കണം. അത് നമുക്ക് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് തണുത്ത പാലോട് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ്. അതിനുശേഷം അപ്പോൾ ഞാൻ കോൺഫ്ലവർ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മാംഗോയ്ക്ക് ഭയങ്കര കട്ടിയല്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാലോടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കുറുക്കിയെടുക്കണം. അതായത് നമ്മൾ കസ്റ്റാർഡൊക്കെ കുറുക്കിയെടുക്കത്തില്ലേ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ, അതേപോലെ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കാൻ കുറുക്കിയെടുക്കുന്ന പോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. മാംഗോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ആക്കി കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ തള വന്നിട്ടുണ്ട്. അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. തീ കൂട്ടി തന്നെ ഇട്ടോ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നായി കിട്ടും. അധികം ഇതിനകത്ത് വേകാൻ വേണ്ടി ഒന്നുമില്ല. നമുക്ക് പിന്നെ കോൺഫ്ലവറിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ചെറിയൊരു കുത്തലുണ്ട് കോൺഫ്ലവറിന്, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കോൺഫ്ലവർ ഇല്ലാതെയും നമുക്ക് പിന്നെ ഫ്രഷ് ക്രീം വെച്ചോ വിപ്പിംഗ് ക്രീം വെച്ചോ ഒക്കെ ഈ പുഡിങ് തയ്യാറാക്കാവുന്നതാണ്. കൂടുതലും നല്ലത് വിപ്പിംഗ് ക്രീം വെച്ച് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നല്ല തളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിഷ്ടമുള്ള ബൗളിനകത്തോട്ടും എല്ലാം ഒഴിച്ച് നമുക്ക് ഫ്രീസറിനകത്തോട്ട് വെക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കെടുത്ത് പുഡിങ് കഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കേ, ടാറ്റാ.